ഹലോ, ഇന്ന് രാവിലെ തന്നെ പേടിപ്പിക്കുന്ന വൃത്തികെട്ട സ്വപ്നം കണ്ടിട്ടാണ് എണീറ്റത്. അതുകൊണ്ട് എന്തായാലും നേരത്തെ എണീറ്റില്ല. എന്തായാലും കാമുകനെയും വിളിച്ച് ചായയും ഫുഡും കഴിക്കാൻ പോകാന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഇന്നലെ കടന്നത് അച്ചമ്മ വാങ്ങിച്ച പായയിലാണ്. അതായത് ഇന്നലെ അച്ചമ്മന്റെ കൂട്ടുകാരൻ പായ വിൽക്കാൻ വേണ്ടി വന്നു. കൂട്ടുകാരൻ്റെ സംസാരിച്ച് കൂട്ടുകാരൻ്റെ ബീഡി വലിക്കണ്ടെന്ന് പറഞ്ഞ് ബീഡി വരെ വലിച്ചെറിയിപ്പിച്ചു. അച്ചമ്മന്റെ ഈ കൂട്ടുകാരൻ എപ്പോൾ പായ വിൽക്കാൻ വന്നാലും അച്ചമ്മ വില പേശി പായ വാങ്ങും. അങ്ങനെ ആ സൈഡിൽ വെച്ചിരിക്കുന്ന പായ മൊത്തം ഇപ്പൊ അച്ചമ്മ വാങ്ങിയിരിക്കുകയാണ്. ഈ പായ കൂടാതെ വീട്ടിലെ അലമാര മൊത്തം പായകളാണ്, അത് ഉപയോഗിക്കാത്ത പുതിയ പായകൾ. ആ വിൽക്കാൻ കൊണ്ടുവന്ന ഏട്ടനെയും കാട്ടി പായ ഇപ്പൊ എന്റെ വീട്ടിലുണ്ട്. അങ്ങനെ ഞാൻ അച്ചമ്മന്റെ ഒരു പായ എടുത്തതിലാണ് ഇന്നലെ കടന്നത്. അങ്ങനെ രാവിലെ നേരത്തെ കാമുകിനെയും വിളിച്ച് വെറുതെ ചായ കുടിക്കാൻ പോകാന്ന് പറഞ്ഞിട്ട് ഇറങ്ങി. അങ്ങനെ ഒരു 10 മിനിറ്റിനുള്ളിൽ ഗേൾ ഫ്രണ്ടിനെ പിക്ക് ചെയ്ത് സംസാരിച്ച് പോവാണ്. സംസാരം മുഴുവൻ വീട് പണി കഴിഞ്ഞുള്ള എൻഗേജ്മെന്റിന്റെ കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. അങ്ങനെ ഞാൻ രാവിലെ കണ്ട വൃത്തികെട്ട സ്വപ്നവും പറഞ്ഞു കൊടുത്ത് നേരെ പോകുന്നത് വാളയാറ് കഴിഞ്ഞ് കോയമ്പത്തൂരിലേക്കാണ്. ബോർഡർ കഴിഞ്ഞാൽ തന്നെ വണ്ടി ഓടിക്കാൻ വേറെ ലെവലാണ്. അങ്ങനെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ലോറി നിർത്തുന്ന അത് കൂടെയൊക്കെ ഒന്ന് വെറുതെ വണ്ടി ഓടിച്ച് നേരെ സ്ഥിരം എത്തുന്ന ചായക്കട എത്തി. MDS ചായക്കട എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അങ്ങനെ അവിടെ നേരം കുറച്ച് സംസാരിച്ച് 2 പപ്സും 2 ചായയും വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്ന് ചായ എല്ലാം കുടിച്ച് തീർത്ത് ഒരു മൈസൂർ പാക്കും കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി വേറൊരു കടയിൽ പോയി 2 ഇഡ്ഡലി വാങ്ങിച്ച് ഇഡ്ഡലിയും കഴിച്ച് തീർത്ത് നമ്മളിപ്പോൾ തിരിച്ചു വരികയാണ്. പിന്നെ വരുന്ന വഴിക്ക് ഇത് നമ്മുടെ ഒരു സ്ഥിരം കടയാണ്. അവിടെ പോയി 2 ചപ്പാത്തിയും 2 മുട്ടക്കറിയും ഒരു ചായയും കൂടെ ചേർത്ത് കഴിച്ച് ശേഷം ഇപ്പൊ ഗേൾ ഫ്രണ്ടിനെ ഓട്ടോ വിളിച്ച് വിട്ടാക്കി ഞാനൊന്ന് വീടെത്തിയതും അച്ഛമ്മ എന്നോട് ദേഷ്യവും പണക്കവും ചീത്ത പറച്ചിലുമാണ്. ഞാൻ രാവിലെ അച്ഛമ്മനോട് പറയാണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി. അതാണ് പ്രശ്നം. അച്ഛമ്മന്റെ എന്ന് പറയുന്നത് ഒരു പ്രത്യേക സ്വഭാവമാണ്. അമ്മനെ അച്ഛനെയൊക്കെ പ്രാന്താക്കി കൊണ്ടിരിക്കും ഞാൻ ഇല്ലെങ്കിൽ വീട്ടില്. പോരാത്തതിന് ഒരു ദിവസം ഒരു സ്വഭാവമാണെങ്കിൽ വേറൊരു ദിവസം വേറൊരു സ്വഭാവമായിരിക്കും. ശേഷം ഇവിടെ ഇരുന്ന് പ്രാന്താവെന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ വണ്ടി എടുത്ത് വൈകുന്നേരത്ത് ഒരു ചായ കുടിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ വന്നപ്പോൾ മനസ്സിലായി എനിക്ക് മാത്രമല്ല ടെൻഷൻ ഉള്ളത്. ഈ കാണുന്നതായി കുറെ നേരമായി പുറം ചൊറിയാനായിട്ട് പാടുപെട്ടോണ്ടിരിക്കുകയാണ്. കുറച്ചു നേരം എന്നെ നോക്കും, അത് കഴിഞ്ഞ് വീണ്ടും പഴയ പോലെ പുറം ചൊറിയാൻ നോക്കും. കണ്ടപ്പോൾ സഹായിക്കണമെന്നുണ്ട്, പക്ഷെ വേണ്ട, ഒന്നാമത് കഷ്ടകാലമാണ്. ഇനി നായി കടിച്ച് ഇഞ്ചക്ഷൻ വെക്കാൻ കൂടെ വയ്യ. അങ്ങനെ ഞാൻ സഹായിക്കില്ല എന്ന് മനസ്സിലായപ്പോൾ അവൻ പയ്യെ എണീറ്റ് വീട്ടിൽ പോവാണ്. അപ്പൊ ശരി, ഈ കാണുന്ന ചായയും കുടിച്ചെടുത്ത് ഞാനും അവനെ പോലെ വീട്ടിൽ പോട്ടെ. അടുത്ത വീഡിയോ ആയിട്ട് വരാം.